എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു. മഹേഷ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൈലാസ് ഒരു കള്ളക്കഥയൊക്കെ മെനയാണ് ഇഷിതയെ താൻ കണ്ടില്ലെന്നുള്ള കാര്യം. അപ്പൊ മുറിയിൽ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത അവിടെ ഇല്ലെന്നുള്ള കാര്യം കൈലാസിന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ മഹേഷ് ഒന്ന് ചോദിച്ചേനെ. ഈ സമയം മഹേഷ് ഓർത്തു ഇഷിത എവിടെ പോയതാന്ന് ഓർക്കുക. കുറെ വിളിച്ചു നോക്കിയിട്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് മഹേഷിന് ആകെപ്പോയ ടെൻഷനെ. അങ്ങനെ ഒരിക്കലും വരാൻ പാടുള്ളതല്ല, എങ്ങോട്ട് പോയെന്നറിയില്ല. പിന്നീട് മഹേഷ് നേരെ ഇഷിതേനെ അന്വേഷിച്ച വീട്ടിലേക്ക് അല്ലാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടോന്ന് അറിയത്തില്ലോ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഇല്ലെന്ന് അറിഞ്ഞു. അപ്പം മഹേഷിന് ആകെപ്പോയ ടെൻഷനായി. അങ്ങനെയാണെങ്കിൽ ഇഷിത എങ്ങോട്ടാ പോയത്, ഹോസ്പിറ്റലിൽ ഒന്ന് പോയി തിരക്കി നോക്കാം എന്ന് കരുതിയിട്ട് മഹേഷ് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആ സമയം മഞ്ജിമേ സ്വപ്നവല്ലി കൈലാസ് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. കൈലാസ് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ചവളൊന്നുമല്ല അവൾ ആള് കള്ളിയാന്ന് പറയണ. മഞ്ജു പറഞ്ഞു, എന്തായാലും ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കൈലാസേട്ടാ. അവളൊരു വിളഞ്ഞ വിത്ത് തന്നെയാന്ന് പറയണം. അത് ശരിയാ, നമ്മളറിയാതെ എന്തൊക്കെയോ കള്ളക്കളികൾ അവൾ കളിക്കുന്നുണ്ടെന്ന് പറയണം. സ്വപ്നവല്ലി വെച്ചാൽ അതെന്താ, ഇന്നത്തെ കാലത്തെ ആൾക്കാരല്ലേ, പറയാനൊന്നും പറ്റില്ല. അവിടെ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടറാന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് ഇപ്പം എന്നോടുള്ള ആ ഒരിത് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ അവളെ ഞാൻ അങ്ങനെയല്ല, എൻ്റെ പെങ്ങളെ പോലെ തന്നെയാണ് കണ്ടേ. എന്നിട്ട് അവൾ എന്നോട് ചെയ്ത എന്തൊക്കെയാ. ഇത് കേട്ടപ്പോൾ സ്വപ്നവല്ലി, മോനെ നീ അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് എന്നൊക്കെ പറയണം. കൈലാസിന്റെ ആ നാട്യത്തിൽ സ്വപ്നവല്ലിയും മഞ്ജുമയൊക്കെ വീണു പോവണം. അത്ര നന്നായിട്ടാണ് അവൻ അഭിനയിച്ചോണ്ടിരിക്കുന്നത്. അവൻ എങ്ങനെയാലും ഇവരെ വിശ്വസിപ്പിക്കണമായിരുന്നല്ലോ. പിന്നീട് അവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മുറിയിലേക്ക് കയറിപ്പോയ സമയത്ത് കൈലാസ് പതുക്കെ ഇഷിതയുടെ മുറിയിലേക്ക് ഒന്ന് നോക്കണം. അവിടെ ഇല്ലാന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഡേഞ്ചറാണ്. അവൾ കാർ എടുത്തോണ്ട് എങ്ങോട്ടേലും പോയി കാണും. താൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയ സമയത്ത് ഒരു പക്ഷെ അവള് രക്ഷപ്പെട്ടിട്ടുണ്ട്, എങ്ങോട്ടാന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടുകൂടാ. അപ്പൊ തന്നെ എന്ത് ചെയ്യണം, കൈലാസ് ഒരു പ്ലാനും പത്തിയും തയ്യാറാക്കി. അപ്പൊ അതിനു മുമ്പ് തന്നെ കൈലാസ് ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷിതയുടെ കാറിനകത്ത് കൊണ്ടുപോയി മയക്കുമരുന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ ഇഷിതയ്ക്ക് ഒട്ടും അറിയത്തുണ്ടായിരുന്നില്ല. ഇഷിതയെ പെടുത്താൻ തന്നെ അവൻ വെച്ച കാര്യമായിരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആ സമയം ഇഷിതയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇഷിത കാറും എടുത്തോണ്ട് പോവാണ്. പിന്നീട് കൈലാസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അത് ഇഷിതയുടെ കാറിനുള്ളിൽ ഇങ്ങനെ മയക്കുമരുന്നുണ്ടെന്നൊക്കെ പറയണം. ഇത് പക്ഷേ ഇഷിതയ്ക്ക് അറിയില്ല ഇവനിങ്ങനെ ചതി ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഇഷിത ഡ്രൈവ് ചെയ്ത് നേരെ മയൂരിനെ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പം ഇയാളെക്കുറിച്ച് കൂടുതൽ അറിയണം. ഇയാൾ ഇത്ര വലിയ വൃത്തികെട്ടവനാണെങ്കിൽ ഇയാളുടെ ചതിയെക്കുറിച്ച് അറിയണം. ഇയാൾക്കെതിരെ എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കണം. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ എന്ത് ചെയ്യണം, മയൂരിയുടെ വീട്ടിൽ ചെന്നു. മയൂരിയുടെ വീട്ടിൽ ചെന്ന് മയൂരിയെയും വിളിച്ചോണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് വരുന്ന വഴിക്കിട്ട് ഇഷിതയെ പോലീസുകാരെ പിടിക്കണം. SI ജോർജിന് പണ്ടേ ഇഷിതയോട് വൈരാഗ്യം ഉണ്ടല്ലോ. ഇതൊരു കാരണമായി തീർന്നു. അങ്ങനെ ഇഷിതനെ വഴിക്കിട്ട് പിടിച്ചപ്പോൾ ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇഷിതയുടെ കാറിനുള്ളിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തുവാണ്. ഇഷിത ചിന്തിച്ച കാര്യം പോലും ആയിരുന്നില്ലത്. ഇഷിതയ്ക്ക് അതിനെക്കുറിച്ച് അറിവ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇഷിതനെ കൊണ്ടുവന്ന് ലോക്കപ്പിൽ അടയ്ക്കുകയാണ്. അത് 100 ഗ്രാമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇഷിതയെ കൊണ്ടുവന്ന് ലോക്കപ്പിൽ അടയ്ക്കുന്നത്. ആ സമയത്ത് മഹേഷ് ഇഷിതയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് വരുവാണ്. കാണാനില്ല, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എവിടെ പോയെന്ന് അറിയത്തില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ചെന്നു. കംപ്ലൈൻറ്റ് കൊടുക്കാൻ സമയത്ത് SI ജോർജ് ആയിരുന്നു ഉണ്ടായിരുന്നേ. മഹേഷിനെ കണ്ടു വെച്ചു, ഓഹോ നീ എന്താടാ ഇങ്ങോട്ടേക്കെന്ന് ചോദിക്കണം. അതെനിക്കൊരു കംപ്ലൈൻറ്റ് തരാനുണ്ട്. എൻ്റെ ഭാര്യയെ കാണാനില്ല ഡോക്ടർ ഇഷിതേ. എടാ നിന്റെ ഭാര്യയെ കാണാനില്ലെങ്കിൽ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷിനോട് വളരെ മോശമായിട്ട് രീതി പെരുമാറുക. പക്ഷേ മഹേഷ് അങ്ങനെ വിട്ടുകൊടുക്കാണ്ട് തയ്യാറായില്ല. അവസാനം മോശമായ രീതിയിലുള്ള വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് അയാളുടെ കോടന്ന് കയറി പിടിക്കണം. അങ്ങനെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞു, ജോർജ് പറഞ്ഞു, നിന്റെ ഭാര്യ ഇവിടെ ഉണ്ടാ, മയക്കുമരുന്ന് കേസിൽ അവൾ അകത്ത് കിടപ്പണമെന്ന് പറയണം. അതൊരു പുതിയ അറിവായിരുന്നു മഹേഷിന്. 100 ഗ്രാം മയക്കുമരുന്ന് പിടിച്ചിട്ട് അവൾ അകത്ത് കിടപ്പണമെന്ന് പറയാം. ഇത് കേട്ടതും മഹേഷിന് സഹിച്ചില്ല. പിന്നീട് മഹേഷ് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ലോക്കപ്പിൽ കിടക്കുന്ന കാഴ്ച കണ്ടേ. പക്ഷേങ്കിൽ ഇഷിത ആണായിട്ട് പറഞ്ഞു, ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ ഇഷിതയുടെ മൈൻഡ് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു. കൈലാസിനെ കുറിച്ചുള്ള ചിന്തകളും അയാൾ ചെയ്ത ക്രൂരതകളും എല്ലാം കൂടെ ഇഷിതയുടെ മനസ്സിനെ അത്രമാത്രം ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇഷിത ഒരു മരവിച്ച ഒരു മനസ്സുമായിട്ടാണ് ആ സമയത്ത് ഇരിക്കുന്നത്. ആ സമയം മഹേഷിന് അവനെ ഇറക്കിക്കൊണ്ട് വരാനായിട്ട് പറ്റില്ല അവിടുന്ന്. കാരണം ഒന്നാമത്തെ ആ സമയത്ത് എങ്ങനെ ആ സമയത്ത് ഇറക്കിക്കൊണ്ട് വരാനാ. പക്ഷെ ജോർജിനോട് പറഞ്ഞു, എൻ്റെ ഭാര്യയെ ഞാൻ ഇറക്കിക്കൊണ്ട് പോകുന്നൊക്കെ പറയണം. പിന്നീട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം പറയാതിരിക്കാൻ പറ്റില്ല മാഷിൻ്റെ അടുത്ത്. അങ്ങനെ അവിടെ വന്ന് മാഷിനോടൊക്കെ കാര്യങ്ങൾ പറയാം. ഇത് കേട്ടപ്പോൾ പ്രിയാമണിയൊക്കെ ഭയങ്കര കളിച്ചില്ല. മാഷ് പറഞ്ഞു, എങ്ങനെ എൻ്റെ മോളെ ഇറക്കിയാൽ മതിയാവുള്ളൂ എന്ന് പറയാം. എനിക്ക് എൻ്റെ മോളെ എങ്ങനെ ഇറക്കണം എന്നൊക്കെ പറയാം. പിന്നീട് വിനോദിനെ വിളിക്കുകയാണ്. അങ്ങനെ വിനോദിനെ വിളിച്ചു കഴിഞ്ഞിട്ട് വിനോദ് എന്ത് ചെയ്യുവാണ്, അങ്ങനെ ഇഷിതേനെ ഇറക്കുവാണ്. ഇഷിതയെ ഇറക്കാൻ സമയത്ത്
പ്രിയാമണി ചെന്നിട്ടുണ്ടായിരുന്നു. ഇഷിത പ്രിയാമണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓടി വന്ന് അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാ. വല്ലാത്തൊരു വിഷമമായിപ്പോയി. അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരിക്കലും അവളെ കാണുമെന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം ഒരിക്കലും തൻ്റെ മോൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന് അവർക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നീട് ഇഷിതയോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ തിരക്കി കഴിഞ്ഞപ്പോൾ കൈലാസിനെ കുറിച്ച് പറയാണ് പ്രിയാമണിയോട്. ഇത് കേട്ട് ഞാൻ പ്രിയാമണിയോട് അങ്ങനെ അവനെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യണം, മഹേഷിനോട് വീട്ടിലേക്ക് വന്നിട്ട് കാര്യങ്ങൾ പറയാം. ഇന്നതിൻ്റെ പോലെയാണ് അവൻ ഇങ്ങനെ വൃത്തിയോടെല്ലാം കാണിച്ചത്. പക്ഷെ കൈലാസ് ഭയങ്കര ബുദ്ധിമാനായിരുന്നു. കൈലാസ് എന്ത് ചെയ്യുവാണ്, അവളുടെ ഫോൺ എടുത്തിട്ട് നേരത്തെ ഒരു മെസ്സേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൈലാസിൻ്റെ ഫോണിലേക്ക്, ഇഷിതയുടെ ഫോണിൽ നിന്ന് കൈലാസിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. വളരെ വൃത്തിയോടെ മെസ്സേജായിരുന്നു അയച്ചത്. അത് മഹേഷ് ഇവിടെയില്ല, അപ്പം എൻ്റെ മുറിയിലേക്ക് വരുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മെസ്സേജാണ് അയച്ചത്. അത് പക്ഷേ ഇഷിതയോടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് മഹേഷ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മഹേഷ് വീട്ടിലേക്ക് വന്നിട്ട് അങ്ങോട്ട് വല്ലാതെ കിടന്ന് ദേഷ്യപ്പെടാണ്. ആ സമയത്ത് സ്വപ്നവല്ലിയും മഞ്ജുമയൊക്കെ കൈലാസിനെ സൈഡ് പിടിച്ചു വന്നു. പക്ഷെ മഹേഷ് സമ്മതിച്ചില്ല. ഇവനെ ഞാൻ തല്ലിക്കൊല്ലുള്ളൂ, ഇവനെ ഞാൻ ജീവനോടെ വെച്ചേക്കല്ലെന്നും പറഞ്ഞുകൊണ്ട് കൈലാസിന്റെ കർണമടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പത്തേനും കൈലാസ് പറഞ്ഞ അളിയനെ തല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭാര്യയുടെ ചെയ്തികൾ എന്താണെന്ന് നോക്കാൻ പറയാണ്. അതിന് എൻ്റെ ഭാര്യ എനിക്കറിയാടാ, എനിക്ക് വിശ്വാസമാണെന്നൊക്കെ പറയാണ്. പക്ഷേങ്കിൽ അതൊന്നും കേട്ടിട്ട് കൈലാസ് അടങ്ങിയില്ല. കൈലാസ് പറഞ്ഞ അത്രയ്ക്ക് വിശ്വാസമുണ്ട്, കാര്യം ചെയ്യാം, ഇത് ഒന്ന് വായിച്ചു നോക്കാൻ പറയണം. അങ്ങനെ കൈലാസ് തൻ്റെ ഫോൺ കാണിച്ചു. അതിനകത്ത് ഇഷിതയുടെ ഫോണിൽ നിന്ന് പോയ മെസ്സേജ് കണ്ടു. ഒരു നിമിഷം മഹേഷ് ഞെട്ടിപ്പോയി. പിന്നീട് ഇഷിതയോട് ഈ മെസ്സേജിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഇഷിത പറഞ്ഞ് എനിക്കറിയില്ല, ഞാൻ അയച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് മഹേഷ് കൂട്ടാക്കിയില്ല. അങ്ങനെ അവസാനം അയാൾ ജയിക്കുകയാണ്, കൈലാസ് ജയിക്കുകയാണ്. കൈലാസ് മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. ഇഷിതേനെ കൊടുക്കാനായിട്ട് പറ്റി. പക്ഷെ ഇഷിതയ്ക്ക് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തോന്നില്ല. പ്രിയാമണിയുടെ അപ്പം ഇഷിത വീട്ടിലേക്ക് പോയി. മഹേഷിന് ആകെപ്പാടെ വിഷമമായിപ്പോയി. മഹേഷും അത്രയ്ക്ക് പ്രതീക്ഷയില്ല, എന്തോ ഇതിനകത്ത് ഒരു ടിസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ ഇതിനകത്ത് ആരാ കള്ളം പറയണം, ആരാ സത്യം പറയണമെന്ന് ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞത്തിനും മാഷും പ്രിയാമണിയൊക്കെ ഇഷിതനെ ആശ്വസിപ്പിച്ചു. സാരമില്ല, പോട്ടെ, അവനെപ്പോലെ ഒരു ചതിനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നമുക്ക് കൊടുക്കാന്നൊക്കെ പറയണം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെയെങ്കിലും അവനെ കുടിക്കാൻ മതിയാവുള്ളൂ. സുമിത്രയെ ഒപ്പം നിന്നു. ഇഷിതയുടെ മനസ്സിന് ആ സമയത്ത് താങ്കും തള്ളവായിട്ട് അച്ഛനും അമ്മയുണ്ട്. എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ആരൊക്കെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും എപ്പോഴും കൂടെ നിൽക്കുമല്ലോ. അവർക്ക് നന്നായിട്ടറിയാം ഇഷിതേനെ. ഇഷിത ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല, തെറ്റ് ചെയ്യുന്നവളല്ല തൻ്റെ മോളെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. പിന്നീട് ഇഷിതയോട് പറഞ്ഞു, മോള് പേടിക്കൊന്നും വേണ്ട, എന്ത് വന്നാലും ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറയണം. അതിനുശേഷം മാഷാണ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വിനോദിനെ പോയി കാണാം, വിനോദിൻ്റെ കാര്യങ്ങൾ പറയണം, അവനും മനസ്സിലാവും. കാരണം മഹേഷിനെ പോലെയല്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. മഹേഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷേ ഇഷിത എന്തെങ്കിലും തെറ്റിയെന്ന് പറയുമ്പോൾ അത് നേരാണോ നുണയാണോ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ ഒപ്പമാണ് നിൽക്കേണ്ടത്. പക്ഷേ കൈലാസ് പറഞ്ഞ പൊട്ടക്കഥകളൊക്കെ വിശ്വസിച്ച് ആ ഒപ്പം അങ്ങോട്ട് നിന്നു. തെളിവ് കാണിച്ച് കഴിയുമ്പോൾ അതും കൂടി വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഇഷിത അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. ഇഷിത പിന്നീട് മാഷിനെയും സുഹിത്രനെയും കൂട്ടിക്കൊണ്ട് വിനോദിനെ കാണാനായിട്ടങ്ങ് പോവണം. അങ്ങനെ വിനോദിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷിത കാര്യങ്ങളൊക്കെ പറയണം, എല്ലാ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. കൈലാസിന്റെ വൃത്തികേടിനെ കുറിച്ച്, അത് മാത്രമല്ല മയൂരി എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞ കാര്യങ്ങളും അവന്റെ ചതികളെ കുറിച്ച് എല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനോദിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. വിനോദ് പറഞ്ഞു, കാര്യം ചെയ്യാം, ഇതങ്ങനെ വെറുതെ വരണ്ട, ഇടത്തേമ്മ ധൈര്യമായിട്ടിരിക്കുക, എന്ത് വേണമെന്ന് എനിക്കറിയാമെന്ന് പറയണം. വിനോദിന്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ കൈലാസിന് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അവൻ ഡൽഹിയിൽ പോയി കിടന്ന് കളിച്ച് വളർന്നവനാ. അവൻ കൈലാസിന്റെ ഈ ക്രൂരത അവൻ വെറുതെ വിടുവോ? അവൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും കൈലാസിന് നല്ല 8ന്റെ പണി കൊടുക്കാനായിട്ട് വിനോദ് ഇഷിതയുടെ ഒപ്പം നിൽക്കുകയാണ്. ഇനി എന്തിനു വേദന ഏട്ടത്തിയമ്മയോടൊപ്പം വിനോദാണ് നിൽക്കുന്നത്. കാര്യങ്ങളൊക്കെ നേരാമണ്ണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അവനെ കൊടുക്കാനായിട്ടും അവനെ പഞ്ഞിക്കിടാനായിട്ടും. ഇനി ഇപ്പം കൈലാസിന്റെ അവസാന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അവസാനം മഹേഷ് ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. പക്ഷെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇഷിതയും കൂടെ വരുമോയെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം മഹേഷിൻ്റെ അടുത്ത് നിന്ന് അത്രയൊരു പ്രതികരണം ഇഷിത ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ. കാരണം തനിക്കൊരു ആപത്ത് വരുമ്പോൾ തൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഭർത്താവിനെയാണ് ഇഷിത പ്രതീക്ഷിച്ചത്. പക്ഷേ തനിക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒഴിവാക്കി തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ഇഷിതയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നത്. പക്ഷേ കൈവിടാതെ വിനോദ് കൂടെ തന്നെ നിന്നു. അങ്ങനെ അവസാനം കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട് കൈലാസിൻ്റെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.